ഇന്നത്തോടുകൂടെ നമ്മുടെ കോളേജ് ലൈഫ് കഴിഞ്ഞു. ഇനിയെങ്കിലും നിന്റെ ഇഷ്ടം നീ അവളോട് പറ. ഞാൻ പറയാൻ തന്നെ പോവാടാ എന്റെ ഇഷ്ടം. അവൾ അറിയണം എന്റെ മനസ്സിലെ അവളോടുള്ള ഇഷ്ടം. എടാ, ഓൾ ദി ബെസ്റ്റ്. ചെല്ലു നീ. കുക്കി, എന്താ രാഗി? എടി, ആകാശിന് നിന്നോട് എന്താ പറയണമെന്ന്. നിന്നോട് ആ ലൈബ്രറിയിലോട്ടൊന്ന് ചെല്ലാൻ പറഞ്ഞു. എന്നോടോ? ആടി. എടി, എന്നാ ഞാൻ പോവാ, നീ ചെല്ലാതിരിക്കല്ലേ. ആകാശ്, എന്താ തനിക്ക് പറയാനുള്ളത്? അത് കുക്കി, എന്താ? ഇന്നത്തോടുകൂടി നമ്മുടെ കോളേജ് ലൈഫ് കഴിഞ്ഞില്ലേ? ഇനിയൊരു പക്ഷെ നമുക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല. അതിന്? എനിക്കിനി എപ്പോഴും എന്റെ കൂടെ വേണമെന്നാ. വാട്ട് യു മീൻ? അത് ഐ ലവ് യു. വിൽ യു ബി മൈ ഗേൾ ഫ്രണ്ട്? നോ. ആകാശ്, നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? കുക്കി, ഇറ്റ്സ് നോട്ട് എ ജോക്ക്. ഐ എം സീരിയസ്. സീരിയസ് ആണോ? എന്നാ കേട്ടോ, എനിക്ക് തന്നെ ഇഷ്ടമല്ല. എനി റീസൺ? നീ എന്റെ ടൈപ്പിന് പറ്റിയ ആളല്ല. നീ ഒട്ടും റൊമാൻറ്റിക് അല്ല. എനിക്ക് റൊമാൻറ്റിക് ആയിട്ടുള്ള ആളെ ഇഷ്ടം. നീ ഒരു അൺറൊമാൻറ്റിക്കാ. കുക്കി, ഇതൊക്കെ ഒരു റീസൺ ആണോ എന്നെ റിജക്ട് ചെയ്യാൻ? എനിക്കതൊരു റീസൺ തന്നെയാ. അല്ലേ തന്നെ ഞാനും നീ തമ്മിൽ ചേരില്ല. നീ നമ്മുടെ രാഹുലിനെ കണ്ടില്ലേ? അവനെ പോലെയുള്ള ആൾക്കാരെയാ എനിക്കിഷ്ടം. സോറി, നീ എന്നെ മറന്നേക്ക്. കുക്കി, പ്ലീസ്, ഇനി ഇത് പറഞ്ഞ് എന്റെ പിറകെ വരല്ലേ. വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ? ഏയ്, ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. അവിടെ തന്നെ നിക്കാതെ കയറി വാ. വാ മോനെ, ഇരിക്ക്. ദേ, ഇതെന്റെ ഭാര്യ ഫാമ. ഇതെന്റെ മൂത്ത മകൻ ആനന്ദ്, അവന്റെ ഭാര്യ സരയും. ഹായ്. ഇതാ ചെറുക്കൻ. ആ, മോനെ അറിയാം. ഒരുപാട് കേട്ടിട്ടുണ്ട് മോനെ കുറിച്ച്. പിന്നെ ഇതെന്റെ ഭാര്യ സുജി. എന്നാൽ മോളെ ഒന്ന് വിളിക്കുമായിരുന്നെങ്കില്. ആ, ഇപ്പൊ വിളിക്കാം. സുജി, മോളെ വിളിക്ക്. ശരി ഏട്ടാ. മോളെ കുക്കി, വാ. ഇവനോ? നല്ല സുന്ദരിയാണല്ലോ മോള്. മോളെ, ഇങ്ങനെ നിൽക്കാതെ ചെറുക്കനെ നോക്ക്. രണ്ടുപേർക്കും ഇഷ്ടമായോ? ഇവനോട് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവൻ ഇഷ്ടമായതുകൊണ്ടല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ. ഇവർക്ക് എന്തെങ്കിലും സംസാരിക്കാൻ കാണും. ചെല്ലടാ. ഏട്ടാ, ഞാൻ ചെല്ല്. എന്താ നിന്റെ ഉദ്ദേശം? മോളെ കുക്കി, നീ എന്നെ കുറിച്ച് എന്താ കരുതിയത്? അന്നേ ഞാൻ കോളേജിൽ വെച്ച് തീരുമാനിച്ചതാ നിന്നെ എനിക്ക് തന്നെ കെട്ടണമെന്ന്. ആകാശ്, ഇനി ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നീ റെഡി ആയിക്കോ ഈ ആകാശ് മേനോന്റെ ഭാര്യയാകാൻ. അപ്പോ ബൈ. ചെല്ല്. ഹോബിയെടുത്തി, എനിക്ക് പേടിയാവുന്നു. എന്തിനാ പേടിക്കുന്നേ? അവനൊരു പാവാ. നീ ചെല്ല്. ചെല്ലടാ. അല്ല, ഇതാരാ? എന്റെ ഭാര്യയോ? വാ. ആകാശ്, അന്ന് ഞാൻ ഐ ആം സോറി. ഇതെന്റെ വാശിയായിരുന്നടി. എന്നെ വേണ്ടെന്ന് പറഞ്ഞ നിന്റെ കഴുത്തിൽ ഇപ്പൊ ഞാൻ കെട്ടിയ താലിയുണ്ട്. അപ്പൊ എങ്ങനെയാ, തുടങ്ങിയാലോ? ആകാശ് പ്ലീസ്, ഞാൻ റെഡിയല്ല. അതിന് ഞാനെന്ത് വേണം? ഞാൻ ഇപ്പൊ റെഡിയാ. നീ എന്താ പറഞ്ഞേ? ഞാനൊരു അൺറൊമാൻറ്റിക് ആണെന്നല്ലേ? എന്റെ റൊമാൻസ് ഞാൻ കാണിച്ചു തരാം. ആകാശ്, നീ ഇനി എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഐ വിൽ മേക്ക് യു മൈ. വാട്ട്?
ഗുഡ് മോർണിംഗ് ചെറിയമ്മേ. ഗുഡ് മോർണിംഗ്. മോളിരിക്ക്. ഇപ്പോഴാണോ എഴുന്നേക്കുന്നേ? അതേട്ടാ മണ്ടനാ. എന്റെ മോനാ, ഏത് സമയത്താണോ? അത് നിങ്ങൾക്കറിയില്ലേ? ഓടി. ഡാ മിണ്ടായിരുന്നു കഴിക്കടാ. സോറി അമ്മേ, ഇവളാ. മോൾക്ക് ഇവിടുത്തെ ഫുഡൊക്കെ ഇഷ്ടായോ? ആ ആന്റി, ഇഷ്ടായി. മോൾക്ക് ഇതുവരെയും ആന്റി വിളി മാറ്റാറായില്ലേ? അയ്യോ സോറി, അത് ഇടയ്ക്ക് വരുന്നതാ. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം അമ്മേ. എന്താടാ ആകാശേ, നീ ഒന്നും മിണ്ടാത്തെ? ഓ, ഞാനെന്ത് മിണ്ടാനാ, എന്നെ ഇവിടെ ഇപ്പൊ ആർക്കും വേണ്ടല്ലോ. അത് ചെറിയച്ഛന്റെ കയ്യിരിപ്പ് കൊണ്ടാ. ഇതാ കുരിപ്പേ, എന്റെ മക്കളായി പോയി. അല്ലായിരുന്നെങ്കിലുണ്ടല്ലോ. അല്ലായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്താനെ? ഓ, അതെങ്ങനെയാ? ഇവളുടെ മക്കളല്ലേ, ഇങ്ങനെയൊക്കെ വരും. ഓ, ഇപ്പൊ എന്റെ മക്കളല്ലേ? അല്ലാത്തപ്പോഴൊക്കെ നിങ്ങളുടെ മക്കൾ. നിങ്ങൾ ആള് കൊള്ളാലോ മനുഷ്യ. ഓ, പിന്നെ വഴക്ക് കൂടാം. ഇപ്പൊ നിങ്ങൾ കഴിക്ക്. അയ്യോ, കുഞ്ഞെണീറ്റെന്ന് തോന്നുന്നു. ഓബി, കുഞ്ഞു വരുന്നത് കേട്ടില്ലേ? നമുക്ക് പാല് കൊടുക്കൂ. എന്റെ മാത്രം കുഞ്ഞൊന്നും അല്ലല്ലോ. ഓ, ഇവളെ. കിച്ചു, നീ എങ്ങോട്ടാ? എനിക്ക് മതിയമ്മേ. പിന്നെ എന്തിനാ ഇത്രയും വാങ്ങിയത്? മര്യാദയ്ക്ക് കഴിച്ചിട്ട് പോയാ മതി. അമ്മേ പറഞ്ഞാ കേട്ടോണം. ഓബി, നീ വരുന്നുണ്ടോ? ഓ, ഈ മനുഷ്യനെ കൊണ്ട്. ചെല്ല് ചെല്ല്. ഞാൻ ഇറങ്ങുക. ഒന്ന് നിന്നേ. എന്താ? നിങ്ങൾ ഇന്നലെ ഈവനിങ് എവിടെയായിരുന്നു? അത് ഞാൻ എന്റെ ഫ്രണ്ട് രോഹന്റെ കൂടെ ആയിരുന്നു. രോഹൻ എപ്പോഴാ ഗേളായത്? നീ ഇന്നലെ കഫേയിൽ വന്നായിരുന്നു അല്ലേ? വന്നതുകൊണ്ടല്ലേ കണ്ടത്. ഞാൻ ആരുടെയും കൂടെ പോയാൽ നിനക്കെന്താ? എനിക്കൊന്നും ഇല്ലേ. നിനക്കെന്നെ ഇഷ്ടമല്ലല്ലോ. എനിക്ക് നിന്നെ ഇഷ്ടമല്ലായിരുന്നെങ്കിൽ നീ എന്റെ ദേഹത്ത് പോലും തൊടില്ലായിരുന്നു. വാട്ട് യു മീൻ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെളിയിച്ചു പറ. ഐ ലവ് യു. നീ ഇങ്ങനെ രാവിലെ തന്നെ ജോക്ക് പറയല്ലേ കുക്കി. ഇറ്റ്സ് നോട്ട് എ ജോക്ക്. ഐ നോ. നിനക്കിത് പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അന്ന് ഞാൻ പറഞ്ഞ വാക്കുകൾ തന്നെയാണെന്ന് എനിക്കറിയാം. പക്ഷെ ആകാശ്, നീ എന്ന് എന്റെ കഴുത്തിൽ താലി കെട്ടിയോ അന്ന് തൊട്ട് ഞാൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങി. ഐ ലവ് യു. മമ്മി ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ഈ ചോക്ലേറ്റ്സ് ഒന്നും തരില്ല. ഇത് എന്റെ ആനന്ദ് മേടിച്ചതാ. നീ ഇങ്ങ് തന്നേ അത്. ഇല്ല ഇല്ല ഇല്ല. താടെ ഇവിടെ. ഓ, ഒന്ന് നിർത്ത്. പിള്ളേരെക്കാളും കഷ്ടമാണല്ലോ ഹോബി നീ. ഇത് എന്റെ ചോക്ലേറ്റ് അമ്മേ, ഇവൻ തരുന്നില്ല. ഞാൻ തരത്തില്ല മമ്മിക്ക്. താടെ ഇവിടെ. എടാ ആനന്ദേ, എന്നാ അമ്മേ? വിളിച്ചോണ്ട് പോടാ നിന്റെ എല്ലാത്തിനെയും. ഓ, എന്റെ പൊന്നു ഹോബി, നീ ഇങ്ങ് വന്നേ. കിച്ചു, എന്നാ നീ പോയി കഴിച്ചു. ഏയ്, ചോക്ലേറ്റ് കിട്ടിയല്ലോ. പോടാ. നീ ഇങ്ങ് വന്നേ ഹോബി. ഇല്ല. ആനന്ദ്, സത്യം പറ. നിങ്ങൾക്ക് എന്നെയാണോ ഇഷ്ടം, അത് നിങ്ങളുടെ മക്കളെയോ? ആരെയാ കൂടുതൽ ഇഷ്ടം? അത് ഹോബി. പറ എന്നോട്. ദേ നോക്കിക്കേ, മക്കള് നമ്മുടെ രണ്ടുപേരുടെ അല്ലേ. എന്നാൽ നീ എന്റേത് മാത്രമാ. നീ എന്തേ കാണിച്ചേ? മതി, ഇനിയും പ്രസവിക്കാൻ എന്നെ കൊണ്ട് വയ്യ. ആകാശ്, എന്താ? തനിക്കൊരു സന്തോഷ വാർത്തയുണ്ട്. വി ആർ ഗോയിങ് ടു ബി എ പേരൻസ്. വാട്ട്? ശരിക്കും? എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ റിവഞ്ച് കംപ്ലീറ്റ് ആയി. അന്നേ ഞാൻ നിനക്കിത് കരുതി വെച്ചതാ. മൈ സ്വീറ്റ് പണിഷ്മെന്റ്. കുക്കിയുടെ ഹസ്ബൻഡ്? ആ, ഞാനാ സിസ്റ്റർ. കുക്കി പ്രസവിച്ച കേട്ടോ. ട്വിൻസാ. ഒരു ഗേളും പോയി. എനിക്ക് അവളെ ഒന്ന് കാണണം. കുറച്ചു കഴിയുമ്പോ റൂമിലോട്ട് മാറ്റും. അപ്പൊ കണ്ടോളൂ. നിങ്ങൾ എന്തിനാ എന്നെ ഇപ്പൊ കിസ് ചെയ്തേ? അത് കുക്കി. നിങ്ങൾ എനിക്ക് തന്ന പണിഷ്മെന്റ് അല്ലേ നമ്മുടെ മക്കള്. നിങ്ങൾ കണ്ടോ, ഇവരെ വെച്ച് തന്നെ നിങ്ങൾക്ക് ഞാൻ പണി തരും. നോക്കിക്കോ.
ഉറങ്ങു മോളെ. ആകാശ്, മോൻ കരയുന്നത് കണ്ടില്ലേ? മോളെ കുക്കി, നീ എടുക്കടി അവനെ. വേണ്ട, ഞാൻ തന്നെ എടുത്തോളാം.